എന്താണ് പീപ്പിൾ പ്ലീസിങ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ പീപ്പിൾ പ്ലീസേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ മിക്കവരും നോ പറയാനായിട്ട് വളരെയധികം ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ പോലും നോ പറയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. കാര്യം അവർ സെൽഫിഷ് ആണോ അല്ലെങ്കിൽ അൺകെയറിങ് ആണോ എന്ന് ബാക്കിയുള്ളവർ വിചാരിക്കുന്നോർത്തിട്ട് ഇവരെന്താണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ എവിടെയെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് വരുമോ എന്ന് പേടിച്ച് മാക്സിമം എന്താണ് അവരുടെ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നീഡ്സിനേക്കാൾ കൂടുതലായിട്ട് ബാക്കിയുള്ളവരുടെ നീഡ്സിന് പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഒരു അപ്രൂവലിന് വേണ്ടി എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഈ കാറ്റഗറിയിൽ പെട്ടവരാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നോർത്ത് എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കുക. ആ ഒരു ഫീലിംഗ് ഓഫ് റിജക്ഷൻ ഉണ്ടല്ലോ, അതിനെയൊക്കെ പേടിക്കുന്ന ആൾക്കാരായിരിക്കും മെയിനായിട്ട് ഈ കാറ്റഗറിയിലുള്ളവർ. ഇങ്ങനെയുള്ള സയൻസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരൊരു പീപ്പിൾ പ്ലീസേഴ്സ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം.